ഇന്ന് നമ്മൾ 2015 റിലീസായ സാൻ ആൻഡ്രിയാസ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ സൗത്ത് കാലിഫോർണിയ ആണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി മലമുകളിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. വണ്ടിയിലൊരു പാട്ടും വെച്ച് അത് ആസ്വദിച്ച് പോകുമ്പോൾ പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ്സിൽ ഒരു ചെറിയ കല്ല് വന്ന് തട്ടാണ്. അവൾക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ എന്ന് പറഞ്ഞ് അവൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ പാറകളെല്ലാം ഇടിഞ്ഞ് ഉരുണ്ടുവരാണ്. അത് അവളുടെ കാറിനെ ഇടിച്ച് അടുത്തുള്ള കൊക്കയിലേക്ക് തള്ളിയിടുന്നു. കാർ ഉരുണ്ടുരുണ്ട് ഭാഗ്യത്തിനൊരു സ്ഥലത്ത് തങ്ങി നിൽക്കാണ്. അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു ജസ്റ്റ് മിസ്സിലാണ് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ ഒരു ഫയർ ഫൈറ്റർ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അവനിപ്പോൾ ഹെലികോപ്റ്ററിൽ ആ പാറയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ രക്ഷിക്കാൻ വരികയാണ്. അവൾ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ രക്ഷിക്കാനായി ഹീറോയും കൂടെ 2 ജേർണലിസ്റ്റുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് ലൈവായി അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ ആ പെൺകുട്ടി ഉള്ളിടത്തേക്ക് വരികയാണ്. അവളൊരു ജസ്റ്റ് മിസ്സിലാണ് നിൽക്കുന്നത്. അവിടേക്ക് എത്തണമെങ്കിൽ 2-3 പാറകൾക്കിടയിലൂടെ ഹെലികോപ്റ്റർ ഓടിച്ചു വരണം. അതുപോലെ നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് ഓടിച്ചു വരാണ്. ഇനി ആ പെൺകുട്ടിയെ രക്ഷിക്കണം. അവൾ എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അവൾ കരയും തോറും വണ്ടി കുറേശ്ശെ നീങ്ങുന്നുമുണ്ട്. ഇത് ശ്രദ്ധിച്ച ഹീറോ കരയാതിരിക്കുക എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഒരാളെ താഴേക്ക് ഇറങ്ങുന്നു. അവൻ താഴെ ഇറങ്ങി തൻ്റെ കയ്യിലുള്ള കൊളുത്ത് കാറിൽ കൊളുത്തിയിട്ട് ആ പെൺകുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടി അടങ്ങിയിരിക്കുന്നില്ല. എന്നെ രക്ഷിക്കുക, എനിക്ക് പേടിയാവുന്നു എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് രക്ഷിക്കാൻ വന്നവൻ ആ കാറിന്റെ പിന്നിൽ കുടുങ്ങിപ്പോന്നു. അവൾ കരഞ്ഞപ്പോൾ കാർ ചെറുതായി നീങ്ങി. ഇത് കണ്ട നമ്മുടെ ഹീറോ ഞാൻ പോയി രക്ഷിക്കാം, നീ വണ്ടി നോക്കിക്കോ എന്ന് ഒരാളോട് പറഞ്ഞ് വേഗത്തിൽ താഴേക്ക് ഇറങ്ങുന്നു. താഴെ വന്ന ജസ്റ്റ് മിസ്സിൽ ആ പെൺകുട്ടിയെ പിടിച്ച് ആ റോപ്പ് കട്ട് ചെയ്ത് വിടുന്നു. കാർ താഴെ വീഴുന്നു. ആ തൂങ്ങിക്കിടന്ന പൈലറ്റും രക്ഷപ്പെടുകയാണ്. എങ്ങനെയോ ആ പെൺകുട്ടിയെ രക്ഷിച്ചു. ഈ സീൻ കട്ട് ചെയ്ത് ഒരു കോളേജ് കാണിക്കുന്നു. അവിടെ ഒരു പ്രൊഫസർ സ്റ്റുഡൻറ്റിന് ഹിസ്റ്ററി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലും ഭൂകമ്പത്തെക്കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഭൂകമ്പം എന്തിനു വരുന്നു, എങ്ങനെ വരുന്നു, അടുത്തത് എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഭൂമിക്കടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങുന്നത് മൂലമാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. കാലിഫോർണിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പം വന്നിട്ടുണ്ട്. ഇനിയും ഒരു 50-60 വർഷങ്ങൾക്കുള്ളിൽ ഇതിനിടയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങാൻ പോകുന്നു. കാലിഫോർണിയയിൽ ഒരു വലിയ ഭൂകമ്പം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നു. പിന്നീട് ആ പ്രൊഫസർ തൻ്റെ ഓഫീസിലേക്ക് വരാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന പാർക്ക് എന്നൊരാൾ വേഗത്തിൽ വന്ന് പ്രൊഫസറെ കണ്ട് പറയുന്നു, പ്രൊഫസർ ഞാനൊന്ന് കണ്ടുപിടിച്ചു, ഇവിടെ അടുത്തൊരു ഡാം ഇല്ലേ, ഹൂവർ ഡാം, ആ ഡാമിൽ ഒരു ചെറിയ ഭൂകമ്പം വരാൻ പോകുന്നു. അത് പോയി നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. പ്രൊഫസർക്കും ഇതിൽ താല്പര്യമുള്ളതുകൊണ്ട് ശരി വാ നമുക്ക് ആ ഡാം പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. സീൻ കട്ട് ചെയ്ത് അടുത്തത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഹീറോയുടെ മകൾ വിളിക്കുകയാണ്. ഇതാണ് ഹീറോയുടെ മകൾ. അവൾ പറയുന്നുണ്ട്, എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ച് മറന്നുപോയി അച്ഛാ, അച്ഛൻ എന്നെ കാണാൻ വരുമോ, അപ്പോൾ ആ സാധനങ്ങൾ കൊണ്ടുവരണം. ശരി എന്ന് പറഞ്ഞ് ഹീറോ സംസാരിച്ചുകൊണ്ട് തനിക്ക് വന്ന ഒരു ലെറ്റർ തുറന്നു നോക്കുകയാണ്. അത് കണ്ട് അവൻ ഷോക്കാവുന്നു. എന്തെന്നാൽ അവൻ്റെ ഭാര്യ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അവൻ സങ്കടത്തോടെ അവിടുത്തെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അതിലിപ്പോൾ സംസാരിച്ച മകളുടെ ഫോട്ടോയും മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ട്. ആ പെൺകുട്ടിയെ നോക്കി അവൻ സങ്കടപ്പെടുകയാണ്. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. സീൻ കട്ട് ചെയ്താൽ അടുത്ത് നമ്മുടെ പ്രൊഫസറെയാണ് കാണിക്കുന്നത്. അവർ ആ ഡാമിൽ എത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് ഭൂകമ്പം ഏത് ലെവലിൽ വരാൻ പോകുന്നു എന്ന് അളന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഡാമിന് അടിയിൽ നിന്നുകൊണ്ട് പാർക്കും അളന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പൾസുകൾ വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാതെ അത്രയും പൾസ് റേറ്റ് വരാൻ തുടങ്ങുന്നു. നോക്കിയപ്പോൾ ഒരു വലിയ ഭൂകമ്പം വന്നിരിക്കുന്നു. അതോടെ ഇത് കണ്ട ഡോക്ടർ മുകളിൽ ഡാമിൽ നിന്ന് എല്ലാവരോടും ഓടിക്കോ എന്ന് പറഞ്ഞ് അയക്കുകയാണ്. എല്ലാവരും ഓടുന്നു. പക്ഷെ ഡാമിന് അടിയിലല്ലേ പാർക്ക്, അവിടെയും വലിയ ഭൂകമ്പം വരുന്നുണ്ട്. ഉടനെ അവൻ വേഗത്തിൽ മുകളിലേക്ക് കയറി വരുന്നു. മുകളിൽ വന്ന് ഓടി വരാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി കുടുങ്ങി കിടക്കുകയാണ്. അവളെ രക്ഷിക്കണമല്ലോ എന്നോർത്ത് ഉടനെ അവളെയും എടുത്തുകൊണ്ട് വേഗത്തിൽ ഓടി വരാണ്. ഏകദേശം അടുത്തെത്തി. പക്ഷെ മുന്നിൽ വഴി പൊട്ടിപ്പൊളിയുന്നു. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ പെൺകുട്ടിയുമായി അവൻ താഴെ വീണാന്. എന്നാലും അവൻ പെൺകുട്ടിയെ തൂക്കി എറിഞ്ഞത് കൊണ്ട് പ്രൊഫസർ പിടിക്കുകയാണ്. പക്ഷെ അവൻ അവിടെ കുടുങ്ങിപ്പോയി. പ്രൊഫസർ വേഗത്തിൽ അവനെ രക്ഷിക്കാൻ വരാൻ നോക്കുമ്പോൾ അവൻ്റെ കാലൊരു കമ്പിയിൽ കുരുങ്ങിയിരിക്കുന്നു. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്നാലും പ്രൊഫസർ വരാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട പ്രൊഫസർ, വരരുത് എന്നവൻ അലറുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ആ ഡാം മൊത്തത്തിൽ തകർന്ന് അവിടേക്ക് വീഴാണ്. പ്രൊഫസറുടെ കൺമുന്നിൽ വെച്ച് ആ പാർക്ക് എന്ന അസിസ്റ്റന്റ് മരിച്ചു പോകുന്നു. അതോടെ അദ്ദേഹം വളരെ ഫീൽ ആവുകയാണ്, സങ്കടപ്പെടുന്നുണ്ട്. സീൻ കട്ടാവുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഭൂകമ്പത്തെക്കുറിച്ച് അവൻ്റെ ചീഫ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതും നോക്കിയിട്ട് വേഗം ജോലിക്ക് പോകണം, അതിനു മുമ്പ് മകളുടെ സാധനങ്ങൾ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മകളെ കാണാൻ പോകുന്നു. മകൾ എവിടെയാണെന്ന് വെച്ചാൽ റോക്കിന്റെ ഭാര്യ റോക്കിനെ ഡിവോഴ്സ് ചെയ്ത് വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവാണ്. അയാളുടെ വീട്ടിലാണ് മകൾ ഇപ്പോൾ ഉള്ളത്. അവിടെ പോയി മകളെയും ഭാര്യയും കാണുന്നുണ്ട്. ആ പുതിയ ആളിന്റെ കൂടെ ഭാര്യയെ കാണുന്നത് അവന് സങ്കടമാവുന്നുണ്ട്. ഭാര്യ എന്തോ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ സങ്കടത്തോടെ അവിടെ നിന്ന് കാറെടുത്ത് പോവാണ്.
കട്ട് ചെയ്യുമ്പോൾ അടുത്തത് ഹീറോയുടെ മകളെയാണ് കാണിക്കുന്നത്. അവൾക്ക് വരാൻ പോകുന്ന പുതിയ സ്റ്റെപ്പ് ഫാദറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചുറ്റി കാണാൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ബെൻ എന്നൊരാളെയും അവന്റെ അനിയനെയും കാണുന്നുണ്ട്. ആ ബെന്നിന് ഹീറോയുടെ മകളെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ച് അവർ ഫ്രണ്ട്സ് ആവുന്നു. അതേസമയം ഇപ്പുറത്തെ പ്രൊഫസറെ കാണിക്കുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് മരിച്ച സങ്കടത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്നാലും ഇതിനെക്കുറിച്ച് ജനങ്ങളോട് പറയണം, എങ്കിലേ അടുത്ത ഭൂകമ്പത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് ഒരു ജേർണലിസ്റ്റിനോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് വന്ന് പറയുന്നുണ്ട്, സർ, ഞങ്ങൾ പുതിയതായി കുറച്ച് കണ്ടുപിടിച്ചു. ആ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സജീവമായി, ഇനിയും വലിയ ഭൂകമ്പം വരാൻ പോകുന്നു. അതോടെ അദ്ദേഹവും പേടിക്കുന്നുണ്ട്. വേഗത്തിൽ പോയി മാപ്പ് എല്ലാം ചെക്ക് ചെയ്ത് അവർ കണ്ടുപിടിച്ചത് വെച്ച് മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ലോസ് ഏഞ്ചൽസ് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങി ഭൂകമ്പം വന്ന് മൊത്തത്തിൽ നശിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അദ്ദേഹം ഞെട്ടിപ്പോവാണ്. വേഗം ഇതിനെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളെ അറിയിക്കണം, അതിനെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ തിരക്കിലാവുന്നു. അതേസമയം ഇപ്പുറത്ത് ഹീറോയുടെ ഭാര്യയെ കാണിക്കുന്നു. അവർ പുതിയതായി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ അനിയത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനിയത്തിയെ സംബന്ധിച്ചാലേ അയാൾ ഹീറോയുടെ ഭാര്യയെ കല്യാണം കഴിക്കും. ഒരു ഇന്റർവ്യൂ പോലെ. ഇത് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. ആ അനിയത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ ഭർത്താവിനെ എന്തിനാണ് ഉപേക്ഷിച്ചത്? നിങ്ങൾക്ക് വേറൊരു മകളുണ്ടായിരുന്നല്ലോ, അവൾ മരിച്ചുപോയോ? എൻ്റെ ചേട്ടനെ എന്തിനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? എന്നിങ്ങനെ ചോദ്യത്തിന് പുറകെ ചോദ്യം ചോദിച്ച് അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഹീറോ ഭാര്യയെ വിളിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കേ, ഞാൻ ഇന്നലെ ദേഷ്യത്തിലായിരുന്നതുകൊണ്ട് നിന്നെ കാണാതെ പോയി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോസ് ഏഞ്ചൽസിൽ ഭൂകമ്പം വരാൻ പോവല്ലേ, അവിടുത്തെ ടേബിളെല്ലാം വിറയ്ക്കാൻ തുടങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് അവൾ റോക്കിനോടും പറയുന്നുണ്ട്, ഇവിടെ എന്തോ വിറയ്ക്കുന്നു എന്ന്. ഹീറോയ്ക്ക് അറിയാലോ ഭൂകമ്പം വരുന്നുണ്ടെന്ന്. അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവിടെ ഭൂകമ്പം വരാൻ പോവാണ്, വേഗം നീ അവിടെ നിന്ന് ടെറസിലേക്ക് ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ സൈഡിലേക്ക് നോക്കുന്നു. അപ്പോൾ അടുത്തുള്ള പാലങ്ങളെല്ലാം തകരാണ്. അവന് കാര്യം മനസ്സിലായി. വേഗം ഭാര്യയെ രക്ഷിക്കാനായി അവിടുന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് വരാൻ തുടങ്ങുന്നു. അതേസമയം സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഹീറോയിനെ കാണിക്കുന്നു. അവൾ ആ സ്റ്റെപ്പ് ഫാദറിന്റെ കൂടെ കാറിൽ കയറി പോവാണ്. പോകുന്ന വഴിക്ക് ബേസ്മെന്റിലുള്ള കാറുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ടതും ആ സ്റ്റെപ്പ് ഫാദർ വേഗം ഇവിടുന്ന് എന്തോ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഡ്രൈവർ വേഗത്തിൽ കാർ ഓടിക്കുന്നുണ്ട്. പക്ഷെ അവർ പോകുന്നതിന് മുമ്പേ ഒരു വലിയ കുഴി രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ആ പാർക്കിംഗ് മൊത്തത്തിൽ തകരുന്നു. അതിലൊരു വലിയ തൂൺ ഇവരുടെ കാറിന് മുകളിലേക്ക് വീഴുന്നു. ഡ്രൈവർ സ്പോട്ടിൽ മരിച്ചു. നമ്മുടെ ഹീറോയുടെ കാൽ ഡ്രൈവർ സീറ്റിന് അടിയിൽ കുടുങ്ങി. ആ സ്റ്റെപ്പ് ഫാദറിന്റെ പേര് ഡാനിയൽ എന്നാണ്. ഈ ഡാനിയൽ അവനെ കൊണ്ട് പറ്റുന്ന പോലെ തള്ളി നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. നീ ഇവിടെ ഇരിക്കാൻ, ഞാൻ പോയി ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗത്തിൽ പുറത്തിറങ്ങി അവിടെ സെക്യൂരിറ്റി എല്ലാവരെയും പുറത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളോട് വേഗം വാ, പെൺകുട്ടിയെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ആ ബെന്നും അനിയനും കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഹീറോയുടെ മകളാണ് അവിടെ കുടുങ്ങിയതെന്ന്. അതേസമയം ആ സെക്യൂരിറ്റിയുടെ മുകളിലേക്ക് ഒരു തൂൺ വീണ് അയാൾ മരിക്കുന്നു. ഇത് കൺമുന്നിൽ കണ്ട ഡാനിയൽ ഞെട്ടിപ്പോവാണ്. അതുകൊണ്ട് ഹീറോയുടെ മകളെ മറന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച പോലെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതും ആ ബെൻ കാണുന്നുണ്ട്. ബെന്നും അനിയനും എങ്ങനെയെങ്കിലും ഹീറോയുടെ മകളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ കാർ പാർക്കിങ്ങിലേക്ക് വരികയാണ്. അതേസമയം ഇപ്പോഴത്തെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഭാര്യയെ രക്ഷിക്കാനായി അവൻ ലോസ് ഏഞ്ചൽസിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ എല്ലാ ബിൽഡിങ്സും ഇടിഞ്ഞു വീഴുന്നുണ്ട്. എല്ലായിടത്തും പോകുക. ഇവിടെ ഹീറോയുടെ ഭാര്യ ഹീറോ പറഞ്ഞതുകൊണ്ട് ടെറസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരെല്ലാം താഴേക്കാണ് പോകുന്നത്. ഇവർ മാത്രം മുകളിലേക്ക് പോകുന്നു. പോകുമ്പോൾ തന്നെ ആ ബിൽഡിംഗ് കുറേശ്ശെയായി തകരാൻ തുടങ്ങുന്നു. എന്നാലും അവരെങ്ങനെയൊക്കെയോ പിടിച്ച് മുകളിലെത്തുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഹീറോയും അവിടെ എത്തുന്നു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സ്ഫോടനം നടക്കുന്നുണ്ട്. എന്നാലും ഹെലികോപ്റ്ററിലുള്ള ഒരു ബാസ്ക്കറ്റ് പോലൊന്ന് താഴേക്ക് ഇട്ടിട്ട് അതിൽ പിടിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ ബിൽഡിംഗ് തകർന്ന് അവിടെ മുഴുവൻ പുക നിറയാണ്. ഹീറോ ഹെലികോപ്റ്റർ എങ്ങനെയോ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നോക്കുമ്പോൾ ബാസ്ക്കറ്റിൽ ഭാര്യയെ കാണാനില്ല. അവൻ സങ്കടപ്പെടുന്നതിന് മുന്നേ അതിന് താഴെ അവൾ പിടിച്ച് സേഫായി വരുന്നുണ്ട്. അവനും സന്തോഷത്തിൽ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഭാര്യയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇപ്പുറത്തെ ഹീറോയെ വിളിക്കുന്നുണ്ട്. ഞാൻ ബേസ്മെന്റിൽ കുടുങ്ങി, സാൻ ഫ്രാൻസിസ്കോയിലാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഉടനെ ഹീറോ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വരാൻ തുടങ്ങുന്നു. അതേസമയം ബെന്നും അനിയനും പാർക്കിങ്ങിൽ വന്ന് നോക്കുമ്പോൾ കാറിനുള്ളിലാണ് ഹീറോയുടെ മകൾ. ഇവളോട് ബെന്നിന് ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ഡ്രൈവറുടെ മുകളിൽ ഒരു വലിയ കല്ല് വീണതുകൊണ്ടാണല്ലോ ഇവളുടെ കാല് കുടുങ്ങിയത്. അതുകൊണ്ട് അവൻ കാർ ടയർ മാറ്റുന്ന ജാക്കി എടുത്ത് അത് വെച്ച് ചെറുതായി മുകളിലേക്ക് പൊക്കുന്നു. അതിനുശേഷം ബുദ്ധിപരമായി കത്തി വെച്ച് എല്ലാ ടയറും കുത്തിപ്പൊട്ടിക്കുന്നു. അതുകൊണ്ട് കാറ് കുറച്ച് താഴുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഹീറോയുടെ മകൾ പുറത്തിറങ്ങുന്നുണ്ട്. അവൾ പുറത്തിറങ്ങിയതും ആ കല്ല് താഴേക്ക് വീഴുന്നു. ജസ്റ്റ് മിസ്സിൽ അവർ രക്ഷപ്പെടുകയാണ്. അതേസമയം പ്രൊഫസറെ കാണിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ആപത്ത് വരാൻ പോകുന്നതെന്ന് അറിയുന്നു. അതുകൊണ്ട് ഇത് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഒരു മീഡിയ സെന്ററിൽ പോയി അവിടുത്തെ ടീം വഴി ന്യൂസ് ചാനലുകൾ ഹാക്ക് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു.
ആ രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ ഭൂകമ്പം വരാൻ പോകുന്നു, അതും ഇതുവരെ വന്നതിനേക്കാൾ തീവ്രതയിൽ. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിരിക്കുക, ഈ പ്രത്യേക സ്ഥലത്തുള്ളവർ അവിടെ വിട്ടു പോകണം എന്നൊക്കെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഹീറോയുടെ മകൾ ബെന്നിനെയും അനിയനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നതും ഇവരുടെ ഫോൺ കട്ടായി. അതുകൊണ്ട് അവർ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി അവിടുത്തെ പഴയ മോഡൽ ഫോൺ, അത് സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കണ്ടുപിടിച്ച് വീണ്ടും ഹീറോയെ വിളിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇവിടെ എല്ലായിടത്തും ഭൂകമ്പമാണ്, ആ ഡാനിയിൽ എന്നെ ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ ഹീറോ അവിടെ ഉയരമുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടേക്ക് വാ, ഞാനും അമ്മയും നിന്നെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അതേസമയം ഹീറോയുടെ ഭാര്യയ്ക്ക് ഡാനിയലിനോട് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ മകളെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഇട്ടിട്ട് ഓടിയോ എന്ന ദേഷ്യത്തിൽ അവനെ വിളിക്കുകയാണ്. പക്ഷെ അവിടെ കോള് പോലല്ലോ, ഇപ്പുറത്ത് ഡാനിയലിനെ കാണിക്കുന്നുണ്ട്. അവൻ ഭ്രാന്തനെ പോലെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു. ആ സമയത്ത് ഒരു വലിയ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇത് കണ്ട് അവൻ എന്തെങ്കിലും പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ ഒരു സാധനത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അവനെ തള്ളി മാറ്റിയിട്ട് സ്വാർത്ഥനായി അവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. ഇപ്പുറത്ത് ഹീറോ വേഗത്തിൽ ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയെ രക്ഷിച്ചപ്പോൾ ഹെലികോപ്റ്ററിന് കേടുപാടുകൾ പറ്റിയിരുന്നു. അതുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ എഞ്ചിൻ ഓഫ് ആവുന്നുണ്ട്. ഇപ്പോൾ ക്രാഷ് ലാൻഡിംഗ് ചെയ്യണം. ഒരുപാട് ടെക്നിക്ക് ഉപയോഗിച്ച് ഹീറോ അതിനെ താഴെ ഇറക്കാണ്. പക്ഷെ താഴെ ഒരു പോസ്റ്റിൽ ചിറക് തട്ടി ഹെലികോപ്റ്റർ കൺട്രോൾ ഇല്ലാതെ താഴെ വീഴാൻ പോകുന്നു. എന്നാലും ഹീറോ മാനേജ് ചെയ്ത് അതിനെ ഒരു മാർക്കറ്റിനുള്ളിലേക്ക് ഇടുന്നു. അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു. ഇനി കാറിലാണ് പോകേണ്ടത്. പുറത്ത് കാറുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതേസമയം ഈ പേടിച്ചു നിൽക്കുന്ന അവസ്ഥ മുതലെടുത്ത് കുറച്ച് കള്ളന്മാർ വലിയ ടിവിയും ഇലക്ട്രോണിക് സാധനങ്ങളും മോഷ്ടിച്ച് അവരുടെ കാറിൽ കയറ്റുന്നു. ആ കാർ റെഡിയായി നിൽക്കുകയാണ്. അതെടുത്ത് പോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മോഷ്ടിച്ചവർ ഹീറോയെ കാണുന്നുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് മോഷ്ടിക്കുമ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് വന്ന് മോഷ്ടിക്കുന്നു എന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താണ്. പക്ഷേ ഇത് റോക്കല്ലേ. പുറത്തിറങ്ങി അവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് കാർ എടുത്ത് പോവാണ്. അവർ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു. അതിനുശേഷം വേഗത്തിൽ ഹൈവേയിലൂടെ വരികയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രായമായ കപ്പിൾസിന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. അവർ ഞങ്ങളെയും കൊണ്ടുപോകുന്ന പറഞ്ഞ് കൈ കാണിക്കുകയാണ്. പക്ഷെ ഹീറോ ശ്രദ്ധിക്കാതെ വേഗം പോവാണ്. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു വലിയ പിളർപ്പുണ്ടായിരുന്നു. അതാണ് സാൻ ആൻഡ്രിയാസിന്റെ ഫോൾട്ട്. ഇത് കടന്നാലേ സാൻ ഫ്രാൻസിസ്കോയിൽ എത്താൻ പറ്റും. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ തിരികെ വരുന്നുണ്ട്. അവിടെ ആ പ്രായമായ കപ്പിൾസ് ഉണ്ടല്ലോ, അവരോട് വഴി ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ആ ക്രാക്ക് കടക്കണമെങ്കിൽ ചുറ്റിപ്പോണം, അത് ഏകദേശം 90 കിലോമീറ്റേഴ്സ് വരും. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാറിൽ പോയാൽ ലേറ്റ് ആവും, 1.5-2 മണിക്കൂർ എടുക്കും. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവന്റെ തൊപ്പിയിലേക്ക് നോക്കുമ്പോൾ അതിൽ അവൻ പ്ലെയിൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സിമ്പിൾ ഉണ്ട്. ഇത് കണ്ട് ഹീറോ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പ്ലെയിൻ ഉണ്ടാവുന്ന ഹീറോയ്ക്ക് അറിയാം. അവരും അടുത്താണെന്ന് പറയുന്നുണ്ട്. ഉടനെ ഹീറോ അവരെയും കയറ്റി അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ പ്ലെയിൻ ഉണ്ട്. അവർക്ക് വണ്ടി ആവശ്യമുള്ളതുകൊണ്ട് ഈ വണ്ടി അവർക്ക് കൊടുത്തിട്ട് സേഫായി പോകാൻ പറഞ്ഞ് ഹീറോയും ഭാര്യയും പ്ലെയിൻ എടുത്ത് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ ഭാര്യയോട് ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ മകളെ നഷ്ടപ്പെട്ടത് എൻ്റെ തെറ്റാണ്. ഞാനാണെന്ന് അവളെ റാഫ്റ്റിങ്ങിന് കൊണ്ടുപോയത്. പക്ഷെ പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചു. ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല എന്ന് ഫീൽ ചെയ്യുന്നു. ഭാര്യയ്ക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അവളും ഇമോഷണലായി. വിഷമിക്കേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് ആരെ കൊണ്ടും പറ്റില്ല, ഇത് വിധിയാകും എന്ന് പറയുന്നു. അതിനുശേഷം ശരി നമുക്ക് ഈ മകളെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് വേഗം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നു. അതേസമയം ഹീറോയുടെ മകളും ബെന്നും അനിയനും മറ്റുള്ള ജനങ്ങളുടെ കൂടെ നടന്നു പോവാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫയർ എഞ്ചിൻ കാണുന്നുണ്ട്. അതിൽ എമർജൻസി സാധനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കി ലൈറ്റും മറ്റു അത്യാവശ്യ സാധനങ്ങളും എടുക്കുന്നു. എന്നിട്ട് നടന്നു പോകുമ്പോൾ അവർക്ക് പോകേണ്ടിയിരുന്ന ആ ടോളസ്റ്റ് ബിൽഡിംഗ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് താണ്ടി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാവുന്നു. ശരി, അടുത്ത ടോളസ്റ്റ് ബിൽഡിംഗ് ആ സൈഡിലാണ്, അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ജനങ്ങൾ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായി അവർ പോകാൻ തുടങ്ങുകയാണ്. അതേസമയം ഹീറോ ഭാര്യയെയും കൂട്ടി സാൻ ഫ്രാൻസിസ്കോയിൽ എത്തുകയാണ്. എയർപോർട്ട് മൊത്തം നശിച്ചു കിടക്കുകയാണ്. ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ വാ ചാടാം എന്ന് പറയുന്നുണ്ട്. എന്ത് ചാടാനോ? അതെങ്ങനെ പറ്റുമെന്ന് അവൾ ഷോക്കാവുന്നുണ്ട്. ഞാനില്ലേ വാ നോക്കാം എന്ന് പറഞ്ഞ് പാരഷൂട്ട് കെട്ടിയിട്ട് ചാടുകയാണ്. ഭാര്യ പേടിക്കുന്നുണ്ടെങ്കിലും സേഫായി അവർ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുന്നു. അതേസമയം സാൻ ഫ്രാൻസിസ്കോയിൽ മുഴുവൻ ഭൂകമ്പം വരുന്നുണ്ട്. ഭൂചലനം ഭയങ്കരമായി ഉണ്ടാവുകയാണ്. ഹീറോയുടെ മകൾ ഒരു സൈഡിൽ പോയി ഒളിക്കുന്നുണ്ട്. ബെൻ ഒളിക്കാൻ പോകുമ്പോൾ കാല് തന്നെ താഴെ വീഴുന്നു. അവന്റെ മുകളിലേക്ക് ഒരു ബിൽഡിംഗ് തകർന്ന് ഗ്ലാസ് പീസുകൾ വീഴാണ്. അതവന്റെ കാലിൽ തറച്ച് അവൻ ഭയങ്കരമായി കരയാണ്. ഇപ്പുറത്തെ ഹീറോയും സാൻ ഫ്രാൻസിസ്കോയിലാണല്ലോ, അവിടെയും ഭൂചലനം ഉണ്ടാവുന്നു. പുറത്തുള്ള ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടാണ്. എന്നാൽ ഹീറോ എല്ലാവരെയും ഇവിടെ വന്ന് ഒളിച്ചോ എന്നൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. കാരണം ആ സ്ഥലത്ത് ഭൂകമ്പം വന്നാലും സേഫ് ആയിരിക്കാം. അവിടെ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി സേഫ് ആക്കുന്നു. ഒരു ലേഡിക്ക് ഓടാൻ പറ്റുന്നില്ല, എന്നാലും അവരെയും രക്ഷപ്പെടുത്തി അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഭൂകമ്പം നിൽക്കുന്നുണ്ട്. ഹീറോ പറഞ്ഞ സ്ഥലത്ത് നിന്നവരെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം ഹീറോയുടെ മകൾ ബെന്നിന് എന്ത് പറ്റിയെന്ന് പോയി നോക്കുമ്പോൾ കാലിൽ ഗ്ലാസ് കുത്തി കയറിയിരിക്കുന്നു. അതെടുത്ത് എങ്ങനെയോ കെട്ടിവെക്കുന്നുണ്ട്. കെട്ടിവെച്ചിട്ട് ബിൽഡിംഗ് അടുത്താണ്, വേഗം പോവാന്ന് പറഞ്ഞ് അവർ ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അതേസമയം അപ്പുറത്തെ ഹീറോയിനി ബോട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വേഗം ബോട്ട് എടുത്ത് അവിടെ നിന്ന് പോവാണ്.
അപ്പോഴാണ് അവൻ കാണുന്നത് വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് വലിയുന്നു. എന്ന് വെച്ചാൽ വലിയ സുനാമി വരാൻ പോകുന്നു. ഇതുകൊണ്ട് പല ബോട്ടുകളും പേടിച്ച് തിരിച്ചു വരുന്നു. ചില ബോട്ടുകൾ സുനാമി വരുന്ന ദിശയിലേക്ക് തന്നെ പോവുകയാണ്. ആ വലിയ തിരമാല കടന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതി ഹീറോയും ആ വലിയ തിരമാലയ്ക്ക് മുകളിലേക്ക് കയറുമ്പോൾ പല ബോട്ടുകളും മറിഞ്ഞു വീഴുന്നുണ്ട്. ആ സീൻ കാണാൻ തന്നെ ഭയങ്കരമാണ്. എന്നാലും ഹീറോ കൺട്രോൾ ചെയ്ത് ആ തിരമാലയ്ക്ക് മുകളിലൂടെ കയറുന്നു. പക്ഷെ ഇപ്പോഴാണ് വലിയ പ്രശ്നം. ഒരു വലിയ ചരക്ക് കപ്പൽ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അതിന്റെ പ്രൊപ്പല്ലർ കണ്ടതും അവൻ ഞെട്ടിപ്പോകുന്നു. അത്ര വലുതാണ്. അതിൽ കുടുങ്ങിയാൽ തീർന്നു. എങ്ങനെയോ കൺട്രോൾ ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടിച്ച് അതിനെ മറികടക്കുന്നു. ആ കപ്പലിൽ ഒരുപാട് കണ്ടെയ്നറുകളുണ്ട്. അതും ഇവരുടെ മുകളിലേക്ക് വീഴാൻ വരുന്നു. എന്നാലും രക്ഷപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ പാലത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. അവിടെയും സുനാമി വന്ന് അടിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രായമായ കപ്പിൾസ് നമ്മുടെ അവസാന ശ്വാസം ഇതാണെന്ന് പറഞ്ഞ് ആ സമയത്തും സ്നേഹം പങ്കുവെച്ച് മരിക്കാൻ റെഡിയാവുന്നു. ആ ഡാനിയലില്ലേ, അവനും അവിടെയാണ്. അവന്റെ മുകളിലേക്കും ഒരു കണ്ടെയ്നർ വന്നു വീണ് അവനും മരിക്കുകയാണ്. ആ പ്രായമായ കപ്പിൾസും മരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ വലിയൊരു സുനാമി വന്ന് നഗരത്തിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങുന്നു. അതേസമയം ഇപ്പുറത്തെ ഹീറോയുടെ മകൾ ആ ബിൽഡിങ്ങിന് മുകളിൽ കയറിയിരിക്കുകയാണ്. കുറച്ച് മുകളിലെത്തിയപ്പോൾ ഭൂകമ്പം കാരണം വഴി അടഞ്ഞിരിക്കുകയാണ്. എങ്ങനെയോ സേഫായി എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സുനാമി അവരുടെ നേരെ വരുന്നു. അത് ബിൽഡിങ്ങിൽ വന്ന് ഇടിക്കുന്നുണ്ട്. വലിയ ബിൽഡിംഗ് ആണെങ്കിലും അത് ചെറുതായി ചെരിയുന്നു. എന്നാലും അടുത്ത ബിൽഡിങ്ങിൽ തട്ടി നിൽക്കുകയാണ്. ഇവിടെയും വെള്ളം കയറാൻ തുടങ്ങുന്നുണ്ട്. ബിൽഡിംഗ് ചെരിഞ്ഞതുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റാതിരുന്ന വഴി തുറക്കുന്നു. ആ വഴിയിലൂടെ വെള്ളം വന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ മുകളിലേക്ക് എത്തുന്നു. മുകളിൽ വന്നതും ഹീറോയിൻ ബെന്നിന്റെ കാല് നോക്കുന്നുണ്ട്, ശരിയായോ എന്ന്. അവനും ഹീറോയിനെ ഇഷ്ടമാണല്ലോ. അവൻ പതുക്കെ അവളെ കിസ് ചെയ്യാൻ വരുന്നു. ഈ സമയത്ത് അനിയൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഹീറോ ബോട്ടിൽ വന്നിരിക്കുന്നുണ്ട്. മകൾ എവിടെയായിരിക്കും? ഇവിടെ തന്നെ കാണും, ബുദ്ധിയുള്ള മകളല്ലേ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. പക്ഷെ ഇവരുടെ ബിൽഡിംഗ് മാത്രം കാണുന്നില്ല. ഹീറോയുടെ മകൾ ഭയങ്കരമായി അലറുന്നുണ്ട്. പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. ഉടനെ ഹീറോയുടെ മകൾ അനിയനോട്, നീ ആ ലേസർ ലൈറ്റ് വെച്ചിട്ടില്ലേ, ഫയർ ട്രക്കിൽ നിന്ന് എടുത്തത്, അത് അടിച്ചു കാണിക്കുക എന്ന് പറയുന്നുണ്ട്. നല്ല ഐഡിയ എന്ന് പറഞ്ഞ് അവൻ ലേസർ അടിക്കുന്നു. അത് കണ്ട് ഹീറോ മകളെ കാണുന്നുണ്ട്. അവന് സന്തോഷമാവുന്നു. പക്ഷെ മറ്റൊരു വലിയ പ്രശ്നം, ആ ബിൽഡിങ്ങിന്റെ തറ പൊളിയാൻ തുടങ്ങുകയാണ്. അതോടെ ഇവർ നിൽക്കുന്ന ഫ്ലോറിലും വെള്ളം കയറാൻ തുടങ്ങുന്നു. ഉടനെ ബെൻ അനിയനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വരാണ്. പക്ഷെ ഹീറോയുടെ മകൾ അവിടെ കുടുങ്ങിപ്പോയി. അവൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ബെൻ വീണ്ടും രക്ഷിക്കാൻ വരാൻ നോക്കുമ്പോൾ ബിൽഡിംഗ് അവന്റെ വഴി തടയുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ. അവൻ ഭാര്യയോട്, ഞാൻ എങ്ങനെയെങ്കിലും പോയി മകളെ രക്ഷിക്കും, ഈ മകളെങ്കിലും ഞാൻ രക്ഷിക്കും, വിടില്ല എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടി. മകളുള്ള ഫ്ലോറിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് മറച്ചിരിക്കുന്നു. അതേസമയം ശ്വാസം വിടാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെ വന്ന് ശ്വാസം വിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. മുകളിൽ ബെന്നും അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ല. അവസാനം വെള്ളം ആ ഫ്ലോർ മുഴുവൻ നിറയാണ്. ഹീറോയുടെ മകൾ വെള്ളത്തിൽ മുങ്ങുന്നു. അവൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഇവിടെ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇടയിൽ ഒന്നു മാത്രമാണ് മറച്ചിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും തള്ളി മാറ്റാമെന്ന് നോക്കി അവസാനം അത് തള്ളി മാറ്റി ഉള്ളിൽ പോയി മകളെ കാണുന്നുണ്ട്. മകൾ മയങ്ങിയിരിക്കുന്നു. എന്നാലും അവളെ രക്ഷപ്പെടുത്തി മുകളിലെ ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് ബെന്നും അനിയനും. അവിടെ വന്നതും അവൻ CPR കൊടുക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണം. പക്ഷേ ഈ സ്ഥലത്തേക്കും വെള്ളം കയറാൻ തുടങ്ങുന്നുണ്ട്. ഉടനെ ബെൻ പോയി ഗ്ലാസ് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് പുറത്ത് നിന്ന് ഹീറോയുടെ ഭാര്യയും കാണുന്നുണ്ട്. അവർ ബോട്ട് തിരിച്ചിട്ട് വേഗത്തിൽ വന്ന് ഗ്ലാസ് ഇടിക്കുന്നു. ഗ്ലാസ് പൊട്ടുന്നുണ്ട്. ബോട്ടും ഉള്ളിലേക്ക് വരുന്നു. മയങ്ങിക്കിടക്കുന്ന മകളെയും കൂട്ടി എല്ലാവരും ബോട്ടിൽ കയറി രക്ഷപ്പെട്ട് വേഗത്തിൽ പുറത്തേക്ക് വരാണ്. കറക്റ്റ് സമയത്ത് ബിൽഡിങ്ങും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ജസ്റ്റ് മിസ്സിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും രക്ഷപ്പെടുന്നു. ഇവിടെ വന്നതും ഹീറോ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ CPR കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൾ കണ്ണു തുറക്കുന്നില്ല. ഭാര്യയും കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് ഹീറോ വിടാതെ വീണ്ടും ശ്രമിക്കുന്നു. അവസാനം അവൾ വെള്ളം ഛർദ്ദിക്കുന്നു. എങ്ങനെയോ ജീവൻ രക്ഷപ്പെടുന്നു. അതോടെ ഭൂകമ്പവും നിൽക്കുന്നു. ഹീറോയുടെ ഫാമിലി രക്ഷപ്പെട്ടു. പക്ഷെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സോൾജേഴ്സ് വന്ന് ബാക്കിയുള്ള ആളുകളെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളും കൊടുക്കുന്നു. ഒരുപാട് പേര് മരിച്ചില്ലേ, അവരെ ഓർത്ത് ബന്ധുക്കൾ പോസ്റ്ററുകൾ ഒട്ടിച്ച് സങ്കടപ്പെടുന്നു. ഹീറോയും ഫാമിലിയും ആ സാൻ ഫ്രാൻസിസ്കോയെ നോക്കി നിൽക്കുകയാണ്. ഇത് നമ്മൾ തിരികെ പണിയും എന്നവർ പറയുന്നുണ്ട്. അതോടെ ഈ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.